നമസ്കാരം. പതിരും കതിരും. കൊച്ചി രാജാവ് എന്ന സിനിമയിലെ ജഗതിയുടെ ശ്രീമൂലം തിരുനാൾ ഈശ്വരവർമ്മ വലിയ കോയി തമ്പുരാനെ അറിയാത്തവരില്ല. ഇപ്പോഴും രാജാവാണെന്ന വിചാരം. രാജപ്രൗഢിക്ക് കോട്ടം തട്ടാതിരിക്കാൻ രാജാവ് ഇംബാല കാറിലെ സഞ്ചരിക്കൂ. പക്ഷേ കാറ് ലോറിയിൽ കയറ്റി കൊണ്ടുവരണം. കൊച്ചുമകൻ ഉണ്ണിയെ ക്ഷത്രിയ രക്തത്തിൻ്റെ ഊറ്റം ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. സമ്മാനങ്ങൾ നൽകുന്നത് കൊച്ചുപിച്ചാത്തിയും വടിവാളുമാണ്. എങ്ങനെയെങ്കിലും അവൻ പഠിച്ച് ഗുണം പിടിക്കണമെന്നോ കുടുംബം നോക്കി ജീവിക്കണമെന്നോ അദ്ദേഹത്തിന് ആഗ്രഹമില്ല. അടിക്കടി കുത്തിന് കുത്ത് വെട്ടിന് വെട്ട്, ഇതിങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. മരിക്കുന്നെങ്കിൽ അംഗം വെട്ടി മരിക്കണമെന്നാണ് പറയുക. ഇതേ വലിയ കോയിത്തമ്പുരാൻ്റെ മാനസികാവസ്ഥയിലാണ് പിണറായി വിജയൻ എന്ന കോയിത്തമ്പുരാൻ. കൊച്ചുമക്കളുടെ പ്രായമുള്ള എസബൈക്കാരുടെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കോയിത്തമ്പുരാൻ ചോരയുടെ കുറേ കഥകൾ പറഞ്ഞു കൊടുത്തു. എസബൈ ഇപ്പോൾ ചെയ്യുന്നതെല്ലാം അതേപടി തുടരണം എന്നാണ് ആഹ്വാനം. എക്കാലത്തും കൃത്യതയാർന്ന നിലപാട് സ്വീകരിച്ച പ്രസ്ഥാനമാണത്രേ എസബൈ. തെറ്റുകൾക്കെതിരെ ഐതിഹാസികമായ പോരാട്ടം നടത്തിയാണ് വളർന്നത്. എസബൈ ആരുടെയെങ്കിലും ജീവൻ അപഹരിച്ചതായി കേട്ടിട്ടേയില്ല മുഖ്യമന്ത്രി. അല്ല സഖാവേ, കോളേജിലും സ്കൂളിലും പഠിക്കുന്ന പിള്ളേർ ആരുടെ ജീവൻ എടുക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്? അവർ കുറച്ചുകൂടിയൊക്കെ ഒന്ന് വളർന്നു വരട്ടെ. പുറത്ത് ആരുടെയും ജീവൻ എടുത്തില്ലെങ്കിലും സഹപാഠിയുടെ ജീവനെടുത്ത ചരിത്രമുണ്ടെന്ന് അങ്ങ് മറന്നുപോയി. പൂക്കോട്ട് കോളേജിൽ ആ സിദ്ധാർത്ഥനൊക്കെ ഹോസ്പിറ്റലിലെ മുറിയിൽ പനിച്ചു വിറച്ചു കിടന്നപ്പോൾ എന്തുമാത്രം പൊടിയരിക്കഞ്ഞി കോരിക്കൊടുത്തവരാ ഈ സഹപാഠികൾ എസബൈക്കാർ. എന്തൊരു സ്നേഹവും കരുതലുമായിരുന്നു അവർക്ക്. കോട്ടയത്ത് നഴ്സിംഗ് ഹോസ്റ്റലിൽ കോമ്പസിന് കുത്തിയല്ലേ അവർ സഹപാഠിയെ സ്നേഹിച്ചത്. കൊന്നില്ലെങ്കിൽ എന്താ സഖാവേ, നിങ്ങളുടെ വിപ്ലവ വീര്യമുള്ള ചോര ഞരമ്പുകളിൽ ഉള്ളതിൻ്റെ ലക്ഷണങ്ങൾ അവർ എത്രയോ കാണിച്ചിട്ടുണ്ട്. പിണറായി വിജയൻ ഈ നിലയിൽ ഇരട്ടച്ചങ്കനായും ശക്തനായും വളർന്നത് ചെറുപ്പത്തിൽ മൃതദേഹങ്ങളിൽ തൊട്ടു നോക്കി പേടി മാറ്റിയാണ്. ഇന്നത്തെ എസബൈക്കാരാണെങ്കിൽ സഹപാഠികൾക്ക് നേരെ ഇതുപോലെയുള്ള ക്രൂരതകൾ ചെയ്താണ് ഇനിയുള്ള കാര്യങ്ങൾ പഠിച്ചു വരുന്നത്. നല്ല അരുമയാന കുഞ്ഞുങ്ങളല്ലേ അവർ? പ്രിൻസിപ്പാളിന് കുഴിമാടം തീർത്ത കലാരസികന്മാരല്ലേ? നിങ്ങളുടെ ഈ പൈതങ്ങൾ ഒട്ടും മോശക്കാരല്ല. കോളേജ് മേധാവിയുടെ കസേര കത്തിച്ചല്ലേ അവർ തീ വയ്ക്കാൻ പഠിച്ചത്. ഒരു ഗവർണറെ തന്തയ്ക്ക് വിളിക്കാനുള്ള ചങ്കൂറ്റം മോശമാണോ സഖാവേ? പോലീസിനോട് പോയി ഗവർണറുടെ കക്കൂസ് കഴുകട എന്ന് പറയാനുള്ള ചോരത്തിളപ്പ് അവർ നേടി. പിണറായി ഭരിക്കുമ്പോൾ അവരെന്തോന്ന് ഐതിഹാസിക സമരം നടത്താനാ? ഒരു ഇതിഹാസമല്ലേ ഭരിക്കുന്നത് തന്നെ. ഈ സമൂഹത്തിൽ ഒന്നിനും ഒരു കുറവുമില്ലാതെ അങ്ങ് ഞങ്ങളെ കാത്തുപോറ്റുന്നില്ലേ? എന്തായാലും അവർക്ക് ഇതിഹാസ സമരം നടത്താൻ അങ്ങൊരു ഗവർണറെ ഇട്ടുകൊടുത്തല്ലോ. അതുകൊണ്ടല്ലേ ആ പിള്ളേരുടെ സമരവീര്യം കെടാതിരുന്നത്. ഡിവൈഎഫ്ഐക്കാർക്ക് സമരം നടത്താനും അങ്ങയുടെ ഭരണത്തിൽ സ്കോപ്പില്ലാതെ പോയി. അവർ സമരമില്ലാതെ മരവിച്ചു പോയാലോ എന്ന് കരുതിയല്ലേ ബസും പിടിച്ച് നവകേരള സദസ്സിന് പോയത്. യൂത്തന്മാരുടെ തലയ്ക്കടിച്ചാണല്ലോ അവർ ഊർജവും ഊറ്റവും തിരിച്ചു പിടിച്ചത്. ആ ജീവൻ രക്ഷാപ്രവർത്തനം തുടരണമെന്ന് പറഞ്ഞതുപോലെ ഇതാ എസബൈക്കാരോടും പറഞ്ഞു കൊടുക്കുന്നു, നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയായാലും അത് അതേ നിലയിൽ തന്നെ തുടരുക. അല്പമെങ്കിലും മനസാക്ഷിയും മനുഷ്യനുണ്ടായിരുന്നെങ്കിൽ ഒരു വാക്കെങ്കിലും ഈ പിള്ളേരോട് പറഞ്ഞേനെ. രാഷ്ട്രീയം എന്തായാലും സഹപാഠികളോട് സ്നേഹത്തോടെ പെരുമാറണമെന്ന്. റാഗിംഗ് എന്ന ക്രൂരത അപരിഷ്കൃതമാണെന്നും അത് നമുക്ക് വേണ്ട എന്നും മിണ്ടിയതേയില്ല. അയ്യോ, അങ്ങനെയൊക്കെ പറഞ്ഞാൽ വിപ്ലവകാരികൾ വല്ലാതെ തണുത്തു പോകും. അവർക്ക് സ്നേഹത്തിൻ്റെ ഭാഷ ഉപയോഗിക്കാൻ അറിയില്ല. ആയുധം, രക്തം, പോരാട്ടം, ഐതിഹാസികം എന്നൊക്കെ പറയൂ. വല്ലവൻ്റെയും മക്കൾ കൊന്നോ കൊലവിളിച്ചോ നടന്നോട്ടെ, റാഗ് ചെയ്ത് കൊന്നോട്ടെ. ഒരൈതിഹാസിക സമരത്തിനും സ്വന്തം മക്കളെയും കൊച്ചുമക്കളെയും വിടാതിരുന്നാൽ മതി. ഈ പിണറായി വിജയൻ്റെ മകൻ എസഫയുടെ ഏത് യൂണിറ്റിൽ പ്രവർത്തിച്ചതാ? മകൾ ഡിവൈഎഫ്ഐയുടെ ഏത് മേഖലയിലെ പ്രസിഡൻ്റായിരുന്നു? കൊച്ചുമകൻ പഠിക്കുന്ന സ്കൂളിലെ എസഫൈ എങ്ങനെയുണ്ട്? ആ കൊടിയിൽ എത്ര നക്ഷത്രമുണ്ടെന്ന് ഈ 3 പേരോടും ഒന്ന് ചോദിക്കണേ. ആരാരെ കൊന്നാലും ചത്താലും അതെല്ലാം ചെറിയ പ്രശ്നവും പർവ്വതീകരിക്കലുമാണ് അല്ലേ സഖാവേ? അപ്പോൾ അവർ ദിവസവും റാഗ് ചെയ്ത് കൊല്ലണമെന്നാണോ നിങ്ങൾ പറയുന്നത്? വലതുപക്ഷവും ചില മാധ്യമങ്ങളുമാണ് എല്ലാത്തിനും കുഴപ്പക്കാർ. ഒരു ഇടതുപക്ഷ സർക്കാരിന് ചേരുന്ന നല്ല പുന്നാര പണികളാണല്ലോ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രസംഗത്തിനിടയിൽ പൊതിച്ചോറിൻ്റെ കാര്യം പോയിന്റായി പറഞ്ഞു കൊടുത്ത മനുഷ്യസ്നേഹിയായ സഖാവിനെ കന്റോൺമെന്റ് പോലീസ് ചോദ്യം ചെയ്ത് വിട്ടോ എന്തോ. ഡിവൈഎഫ്ഐ കൊടുക്കുന്ന പൊതിച്ചോറിൻ്റെ എണ്ണം കൂട്ടണമെന്നായിരുന്നു ആ പഴയ ഡിവൈഎഫ്ഐക്കാരൻ്റെ ആവശ്യം.
അയാളെ തടയേണ്ടതില്ല, ചോറ് കൊടുക്കാനുണ്ടാകും എന്ന് പറഞ്ഞ പാവത്തിനെ പരിഹസിച്ച് വിട്ടു. എന്തായാലും പുതിയ ഗവർണർ സർക്കാരുമായി ഇടയുന്ന പക്ഷം പിണറായിക്കിനിയും SFIക്കാരുടെ ആവശ്യം വരും. അതുകൊണ്ട് SFI കുണുവാവകളെ നിങ്ങൾ ഐതിഹാസിക സമരത്തിന് സജ്ജരാകുവിൻ.